നമസ്കാരം. പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചു കത്തുന്ന ഒരു പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിവെച്ചിട്ടുണ്ട്. 2047 ഭാരതം വികസിത രാഷ്ട്രമായി മാറും. ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആര് തടുത്താലും, ഇനി എങ്ങനെ തടുത്താലും ശരി, ഭാരതത്തിൻ്റെ വികസനങ്ങൾ അത് കൃത്യമായി ഞങ്ങൾ നടപ്പിലാക്കും. അത് ഈ കഴിഞ്ഞ 3 ടേൺ മാത്രമല്ല, ഇനി വരുന്ന ടേണുകളും ഞങ്ങൾ തന്നെ ഭരിക്കും. ഞങ്ങൾ തന്നെ ഭാരതത്തിന് നല്ലൊരു അടിത്തറ പണിതുകൊണ്ട് ഭാരതത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റും. അതും കൃത്യമായി 2047 മുൻപ് തന്നെ. ഈ പ്രഖ്യാപനം കേട്ടതോടെ സത്യത്തിൽ ചങ്ക് പൊളിഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടേതാണ്. കാര്യം, അടുത്ത വർഷത്തെ പ്രധാനമന്ത്രിയാകുവാൻ, അടുത്ത ടേണിലെ പ്രധാനമന്ത്രിയാകുവാനുള്ള കുപ്പായം വരെ രാഹുൽ ഗാന്ധി തച്ചുവച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുവാൻ വേണ്ടി സോണിയാഗാന്ധി പ്രധാനമന്ത്രിയുടെ കുപ്പായത്തിൻ്റെ അളവ് വരെ രാഹുൽ ഗാന്ധിയെ കൊണ്ടെടുപ്പിച്ച് തയ്യൽക്കടയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി 2047 ഭാരതം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും. അതിനുള്ള കൃത്യമായ വഴിയിലൂടെയാണ്, കൃത്യമായ പാതയിലൂടെയാണ് ഇപ്പോൾ ഭാരതം സഞ്ചരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഇക്കണ്ട ജനങ്ങളെ മൊത്തം സാക്ഷി നിർത്തി പറഞ്ഞു വച്ചിരിക്കുന്നത്. അതായത് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ ഭാരതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള തുടർഭരണമാണ്. അത് നിങ്ങൾ ഞങ്ങൾക്ക് തരിക. 2047 ഭാരതത്തെ ശക്തമായ ഒരു കേന്ദ്രമാക്കി, ഭാരതത്തെ ആരെക്കൊണ്ടും തൊടുവാൻ സാധിക്കാത്ത മറ്റൊരു ശക്തിയാക്കി മാറ്റുമെന്നുള്ള ഉറച്ച തീരുമാനം പറഞ്ഞു വയ്ക്കുന്നത്. നരേന്ദ്രമോദിയുടെ തീരുമാനമെന്ന് പറയുന്നത് ഒരു പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ഭയം ചലിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കും, പറഞ്ഞതുപോലെ ചെയ്യും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി കുപ്പായം തച്ചതൊക്കെ വേസ്റ്റായി എന്നുള്ളത് ഏറെക്കുറെ സത്യമാകുന്നു. ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉടൻ മാറുമെന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. 2047 ഭാരതം വികസിത രാഷ്ട്രമാകുമെന്നും വികസന പാതയിലാണ് രാജ്യം നീങ്ങുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജം, ക്വാണ്ടം സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ ഗവേഷണ വികസനത്തിൽ സ്വകാര്യ മേഖല നിക്ഷേപം വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ പദ്ധതിയിടുന്നത്. ഇത് വികസിത ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തും. സമഗ്രമായ പുതിയ പരിഷ്കാരങ്ങൾ സർക്കാർ കൊണ്ടുവരും. പരിഷ്കാരങ്ങളിലൂടെ ഭാരതത്തിലെ ഉൽപ്പാദനം വർദ്ധിക്കുകയും വിപണി ഉയരുകയും ചെയ്യും. രാജ്യത്തെ വ്യവസായ മേഖലയിൽ പുതിയ മാറ്റമുണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ ഭാരതം. അതിവേഗം തന്നെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭാരതീയ കമ്പനികൾ മൂലധന വിപണികളിൽ നിന്ന് റെക്കോർഡ് ഫണ്ട് സമ്പാദിക്കുന്നുണ്ട്. 2047 വികസിത രാഷ്ട്രമാകുക എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം പൂർണ്ണ ശക്തിയോടെയാണ് പ്രവർത്തിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തമാകുമ്പോൾ അതിൻ്റെ അടിത്തറയും ശക്തമാകും. വികസിത ഭാരതത്തിൻ്റെ അടിസ്ഥാനം സ്വാശ്രയ ഭാരതമാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ 60 സാങ്കേതിക വിദ്യയിൽ രാജ്യം അതിവേഗം വളരുകയാണെന്നുള്ളൊരു സത്യം കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. 2014 വരെ ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ കയറ്റുമതി പ്രതിവർഷം 50,000 കോടി രൂപയായിരുന്നു. ഇന്ന് ഭാരതം പ്രതിവർഷം 1.2 ലക്ഷം കോടി രൂപയുടെ ഓട്ടോമൊബൈലുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മെട്രോ കോച്ചുകൾ, റെയിൽ കോച്ചുകൾ, റെയിൽ ലോക്കോമോട്ടീവുകൾ എന്നിവ കയറ്റുമതി ചെയ്യാൻ ഭാരതം ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള സത്യവും ഇതിൽ മറഞ്ഞു കിടപ്പുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി തച്ചുവെച്ചേക്കുന്ന പ്രധാനമന്ത്രിയുടെ കുപ്പായം അത് സൂക്കേസിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ഭരണകൂടം ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് 100-ൽ 110% ബോധ്യമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ടേണിലും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ വരും. ഭരണകൂടം BJP തന്നെ വരും. അതുമാത്രമല്ല, വികസന പ്രവർത്തനങ്ങൾ ലാഗില്ലാതെ, അഴിമതിയില്ലാതെ മുന്നോട്ടു പോകും. 2047 ഭാരതം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. ഭാരതത്തിനെ തൊടാൻ കെൽപ്പുള്ള രാഷ്ട്രങ്ങൾ തന്നെ ഈ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇല്ലാതാകും. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ധാരണയിലും ലക്ഷ്യബോധത്തോടു കൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി കുപ്പായം ഇനി ഒന്നുകിൽ വിൽക്കാം, അല്ലെങ്കിൽ
ഷോക്കേസിൽ സൂക്ഷിക്കാം. വെബ് ഡെസ്ക് RPTV.